സംസ്ഥാനത്ത് മയക്കുമരുന്ന് മാഫിയക്കെതിരെ ഓപ്പറേഷൻ തൂഫാനിലൂടെ വൻ മുന്നേറ്റം നടത്താനായെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മയക്കുമരുന്ന് മാഫിയ ജനങ്ങളെ പേടിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ജനങ്ങൾ ഉത്സാഹപൂർവ്വം ലഹരി മാഫിയയുടെ വേരറുക്കാനുള്ള ശ്രമത്തിലാണ്. ഓപ്പറേഷൻ തൂഫാൻ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. ഇന്ന് രാവിലെ പയ്യന്നൂരിൽ നിന്ന് കുട്ടിയുടെ പിതാവും മറ്റ് ബന്ധുക്കളും എന്നെ വന്ന് കണ്ടിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് ചെന്ന് കഴിഞ്ഞാൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ഈ കാര്യം ചർച്ച ചെയ്യും. വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായത്. ഈ സംഭവത്തെ പറ്റിയുള്ള ഒരു ശരിയായ അന്വേഷണം അനിവാര്യമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും ആരോഗ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകും. ചിലർക്ക് ആവശ്യമില്ലാതെ സുരക്ഷ കൊടുക്കുന്നതായി പരാതിയുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് സുരക്ഷ കുറക്കണമോ എന്നുള്ള തീരുമാനം ആഭ്യന്തര സെക്രട്ടറി അധ്യക്ഷനായുള്ള കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനിക്കും. ഓണത്തിന് മുൻപ് കണ്ണൂർ ജില്ലാ പോലീസ് ആസ്ഥാനം പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. പോലീസ് സ്ഥലം മാറ്റം സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കും. 6 മാസം കൂടുമ്പോഴാണ് കമ്മിറ്റി യോഗം ചേരുന്നത്. കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനമെടുക്കും. ആഭ്യന്തരമന്ത്രി ഇതിൽ ഇടപെടാറില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. വെള്ളമില്ലാത്തതാണ് വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമായത്. മറ്റ് മാർഗമില്ലാതെയാണ് വൈദ്യുതി കട്ട് ഏർപ്പെടുത്തിയത്. കൂടുതൽ വില കൊടുത്ത് വൈദ്യുതി വാങ്ങി പ്രതിസന്ധി പരിഹരിക്കാൻ മന്ത്രി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ ശ്രമം തുടരുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പർച്ച് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.